കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് തോറ്റുപോയ അവരല്ല എൻ്റെ ഹീറോസ്, ജയിച്ച ഇവരാണ് എൻ്റെ ഹീറോസ്. ഫാത്തിമ തെഹലിയ, VS ജോയ്, സന്ദീപ് വാര്യർ, ചാണ്ടി ഉമ്മൻ ഇവരാണ് എൻ്റെ ഹീറോസ്, നമ്മുടെ കേരളത്തിൻ്റെ ഹീറോസ്. യഥാർത്ഥത്തിൽ ഇവരെ പോലുള്ള യങ്സ്റ്റേഴ്സ് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന, ഒരുമ ഉയർത്തിപ്പിടിക്കുന്ന, പുരോഗതിയും നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കും ഉയർത്തിപ്പിടിക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ സല്യൂട്ട് ചെയ്യേണ്ട ഹീറോസ്. ഈ 4 പേരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യം നോക്കുന്നത് ശ്രീ VS ജോയിയെ കുറിച്ചാണ്. കാര്യം VS ജോയിയുടെ നമ്മുടെ വിജയം അത്രമാത്രം പ്രസക്തമാണ്. ആ പ്രസക്തി ഇന്ത്യൻ എക്സ്പ്രസ് പോലെ എല്ലാവരും ആദരിക്കപ്പെടുന്ന, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു മീഡിയ ഹൗസ് വളരെ വിശദമായി തന്നെ കവർ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ക്രിസ്ത്യനായ കാൻഡിഡേറ്റ് കേരളത്തിലെ മലപ്പുറം, മുസ്ലിം ഡോമിനേറ്റഡ് ആയ മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിക്കുന്നുണ്ട്. 54% മുസ്ലിം സമൂഹമുള്ള ഒരു സ്ഥലമാണ് തവനൂരിലെ ഈ സീറ്റ്. അവിടെ 1.4, 1.5 ക്രിസ്ത്യൻസോ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഹിന്ദുക്കളുമാണ്. അവിടെ നമ്മുടെ നാട്ടിൽ പലതും ജാതിയും മതവും ഉപജാതിയും ഒക്കെ വെച്ചാണ് സീറ്റുകൾ നൽകുന്നത് നമുക്കറിയാം. ശ്രീ VS ജോയിക്ക് ജയിക്കുന്നെങ്കിൽ അത് കേരള സ്റ്റോറിയാണ്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ വിജയമാണ്, ബഹുസ്വരതയുടെയും ഐക്യത്തിൻ്റെയും വിജയമാണ്. എല്ലാവർക്കും വേണ്ടി ഏറ്റവും ബുദ്ധിമുട്ടുന്നുള്ളതാണ്. ജോയി എനിക്ക് വ്യക്തിപരമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് വളരെ TV-യിലൊക്കെ കണ്ട് ഇഷ്ടമുള്ള, പലപ്പോഴും നിസ്വാർത്ഥനായി നിന്ന് പോരാടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ VS ജോയ് അവിടെ ജയിച്ചത്, അതും നമ്മുടെ KT ജലീൽ സാറിനെ പോലെതിരെ. KT ജലീൽ സാർ വളരെ പണ്ഡിതനായ ഒരു വ്യക്തിയാണ്, പക്ഷേ ശ്രീ ജലീലിനെതിരെ ജയിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ നന്മയാണ്, മതസൗഹാർദ്ദമാണ്, ബഹുസ്വരതയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ശ്രീ VS ജോയിക്ക് വലിയ അഭിവാദ്യങ്ങൾ. അതേപോലെ തന്നെയാണ് നമ്മുടെ ചാണ്ടി ഉമ്മൻ. ഇന്ന് നമ്മുടെ നാട്ടിലൊരു മതസൗഹാർദ്ദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയാമെങ്കിൽ അത് ഒരു സംശയവും വേണ്ട. ഒരുപാട് പേരാണ് കേട്ടോ, പെട്ടെന്ന് ഒരാളെ പറയുന്നേ ഉള്ളൂ. അത് നമ്മുടെ ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ നല്ല വിശ്വാസിയാണ്, നല്ല ക്രിസ്തീയ വിശ്വാസിയാണ്, നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഏറ്റവും നമ്മുടെ ലെഗസി ഉള്ളൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. എന്നാൽ തൻ്റെ സമുദായത്തിലെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും എല്ലാ സഹോദര സമുദായങ്ങളിലേക്കും റീച്ച് ഔട്ടും മറ്റുമൊക്കെ ചെയ്യുകയും ശബരിമല വിഷയങ്ങളിലുമൊക്കെ മറ്റും വന്നപ്പോൾ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്വാമി അയ്യപ്പനും ശബരിമലയൊക്കെ ആയിരുന്നു ശ്രീ ചാണ്ടി ഉമ്മൻ്റെ ഫേസ്ബുക്കിൻ്റെ വാൾപേപ്പർ. ഒരുപാട് കാലം സഹോദര സമുദായങ്ങളിലേക്ക് എത്തുന്ന, നെറ്റിയിൽ കുറി തൊടുന്ന, അതൊക്കെ ഒരു സാംസ്കാരിക ചിഹ്നമായിട്ടാണ് കേട്ടോ. വേറെ ചാണ്ടി അറിയുന്നവർക്കറിയാം, വളരെ സിൻസിയറാണ്. ആ സിൻസിയറിറ്റിയോടുകൂടി എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യുകയും സാംസ്കാരിക പരിപാടികൾക്ക് പോവുകയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഐക്യത്തിന് വേണ്ടി അദ്ദേഹം അതിനുവേണ്ടി പലപ്പോഴും ചീത്ത കേൾക്കാറുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ ജയിച്ചത് വളരെ സന്തോഷം നൽകുന്നു. അതേപോലെയാണ് ഫാത്തിമ തെഹലിയ. ഫാത്തിമയ്ക്കെതിരെ ഒരുപാട് വ്യാജ ആരോപണങ്ങളും വ്യാജ പ്രചരണങ്ങളും പല ആൾക്കാരും കൊണ്ടുവന്നിരുന്നു. ഇസ്ലാമോഫോബിയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന പല ആൾക്കാർ ഫാത്തിമയുടെ ചില പ്രസ്താവനകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അനാവശ്യമായി കടന്നാക്രമിക്കുകയും മറ്റും ചെയ്തിരുന്നു. എനിക്ക് ചാണ്ടി ഉമ്മനെ വ്യക്തിപരമായിട്ട് അറിയാം, ഫാത്തിമ തെഹലിയെ അറിയാം, നമ്മുടെ സന്ദീപ് വാര്യരെ അറിയാം. അപ്പം വളരെ ഈ അനൗൺസ്മെൻ്റ് അടക്കമുള്ള പല വിവാദങ്ങളും അവിടെ സംഭവിക്കുകയുണ്ടായി നമുക്കറിയാം. അപ്പോൾ ആ അനൗൺസ്മെൻ്റ് അടക്കമുള്ള വർഗീയമായ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. പക്ഷേ വർഗീയ പ്രചാരണങ്ങൾ, അതും CPM-ൻ്റെ ഭാഗത്തു നിന്ന് പല വർഗീയ നമ്പറുകളും ഉണ്ടായി. CPM-ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. CPM വെളിയിൽ മതേതരത്വമൊക്കെ പറയുമെങ്കിലും അത്യാവശ്യം ജയിക്കേണ്ട സ്ഥലങ്ങൾ വരുമ്പം നമ്പറൊക്കെ ഇട്ട് വർഗീയതയും വിദ്വേഷമൊക്കെ CPM കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ വായിക്കുകയായിരുന്നു. മനഃപൂർവ്വമായിട്ട് തന്നെ മതവിദ്വേഷം പരത്താനുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫാത്തിമ തെഹലിയ അതിനെല്ലാം അതിജീവിച്ച് എല്ലാവർക്കും വേണ്ടി ഫാത്തിമ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഫാത്തിമയ്ക്ക് വലിയൊരു അഭിവാദ്യം. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ, ഒരുപാട് കാലത്തെ പരിചയമുള്ള ശ്രീ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരും അതേപോലെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ബ്രാൻഡ് അംബാസിഡറാണ്, ചാമ്പ്യനാണ്. അദ്ദേഹം ആദ്യം സ്വീകരിച്ചിരുന്ന തെറ്റായ പാതകളിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അന്ന് പോലും അദ്ദേഹം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അംബാസിഡർ ആയിരുന്നു. അദ്ദേഹത്തിന് BJP-യിൽ നിന്ന് 1 വർഷത്തോളം സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മതസൗഹാർദ്ദ പോസ്റ്റ് കാരണമാണ്. നമ്മൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പര സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല എന്ന് സന്ദീപ് വാര്യർ BJP സ്പോക്സ് പേഴ്സൺ ആയിരുന്നപ്പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ആ പാതയാണ് ശരി. ഇന്ന് രാജീവ് ചന്ദ്രശേഖർജി അടക്കം ആ പാതയാണ് നോക്കുന്നത്. പിന്നീട് കോൺഗ്രസിലേക്ക് വരികയും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF ഇവരുടെ എല്ലാം ഒരു ശക്തി കേന്ദ്രമായി സന്ദീപ് വാര്യർ മാറി എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം നൽകുന്നതാണ്. വാര്യരാണ്, ഹിന്ദു സമൂഹത്തിലുള്ളതാണ്, പരമ്പരാഗതമായ വലിയൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവാണ് ശ്രീ സന്ദീപ് വാര്യരുടെ വിജയം, ഫാത്തിമ തെഹലിയുടെ വിജയം, നമ്മുടെ VS ജോയിയുടെ വിജയം, ഉമ്മൻചാണ്ടി സാറിനെ പോലെ എല്ലാ മലയാളികളും നെഞ്ചിലേറ്റുന്ന ചാണ്ടി സാറിൻ്റെ മകനായ ശ്രീ ചാണ്ടി ഉമ്മൻ്റെ വിജയം. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ശുഭപ്രതീക്ഷയാണ്, മതസൗഹാർദ്ദത്തിൻ്റെ വിജയമാണ്, ഒരുമയുടെ വിജയമാണ്.